വീട്ടകങ്ങളിലെ പാചകം ഉപേക്ഷിച്ച് ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരെ ആരോഗ്യദായകമായ ഭക്ഷണശീലങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ഹാപ്പി കുക്ക് എന്ന സ്മാർട്ട് ആപ്പ്. ബംഗളൂരുവിലെ മലയാളികൾ ഉൾപ്പെട്ട കൂട്ടായ്മയാണ് ഹാപ്പി കുക്ക് സംരംഭത്തിന് പിന്നിൽ. പാചകം മിക്കവർക്കും ഇഷ്ടമാണ്. എന്നാൽ പാചകത്തിന് മുന്നോടിയായുള്ള ചേരുവ നിർമ്മാണവും കറിക്കുനുറുക്കലുമൊക്കെയാണ് പാചകം മിനക്കെടുള്ള പണിയാക്കി മാറ്റുന്നത്. ഇതിൽ നിന്നൊരു മോചനം നൽകുകയാണ് ഹാപ്പി കുക്ക് സ്റ്റാർട്ടപ്പിന്റെ സംരംഭകർ. happycook.in ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ചേരുവകളും പാചകക്കുറിപ്പും ഓർഡർ ചെയ്യാം. അടുക്കള ഉപേക്ഷിച്ച് റെസ്റ്റോറന്റ് ഭക്ഷണശീലത്തിലേക്ക് വഴിമാറിയ നഗരവാസികളെ തിരികെ അടുക്കളയിലെത്തിക്കാനാണ് ഇവരുടെ ശ്രമം. കുക്കിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയല്ല. പക്ഷെ അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കണം, അതെവിടെ പോയി മേടിക്കണം, ഈ വൈകിട്ട് രാത്രി 8 മണിക്ക് വന്നതിന് ശേഷം അതെല്ലാം ക്ലീൻ ചെയ്യണം, പിന്നെ കുക്ക് ചെയ്യണം, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും അവരെ കുറച്ചുകൂടെ എളുപ്പവഴികളിലേക്ക് തള്ളിവിടുന്നത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് തോന്നിയത്. ഇതെല്ലാം ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ മാറ്റിക്കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു സമൂഹത്തിന് ഗുണമുള്ള ഒരു ബിസിനസ്സായി മാറും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു. ഹാപ്പി കുക്ക് വഴി ലഭിക്കുന്ന ഓർഡറുകൾക്കനുസൃതമായി ചേരുവകൾ തയ്യാർ ചെയ്യുന്നത് ഇവിടെയാണ്. ഓരോ വിഭവങ്ങൾക്കും ആവശ്യമായ അളവിൽ ചേരുവകൾ നുറുക്കിയെടുക്കുന്നതാണ് ആദ്യപടി. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല തുടങ്ങിയവ പാക്ക് ചെയ്ത് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ 65 ഉണ്ടാക്കാനുള്ള ചേരുവകൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതാണ്. ചേരുവകൾക്ക് നമ്പറുകൾ നൽകുന്നുണ്ട്. ഈ നമ്പറുകൾക്കനുസരിച്ച് ചേരുവകൾ ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത്. ചേരുവകൾ പ്രത്യേകം സജ്ജീകരിച്ച പാക്കറ്റുകളിലാക്കി ഉപഭോക്താവിനെ തേടിപ്പോകുന്നു. മിഥുനോടൊപ്പം അർജുൻ വേണുഗോപാൽ, അതുൽ, വേദിക എന്നിവർ ചേർന്നാണ് ഹാപ്പി കുക്കിന് തുടക്കമിട്ടത്. നേരത്തെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ഇവർ ഈ സംരംഭത്തിനായി ഒരുമിക്കുകയായിരുന്നു. തുടക്കത്തിൽ 10 വിഭവങ്ങളുടെ ചേരുവകളായിരുന്നു ഇവർ വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് 50-ലധികം വ്യത്യസ്ത വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ ഇവർ അടുക്കളയിലെത്തിക്കുന്നു. കേരളത്തിലെയും ബംഗാളിലെയും പഞ്ചാബിലെയും ഗുജറാത്തിലെയും ഒക്കെ നാടൻ വിഭവങ്ങൾ ഇവരുടെ ചേരുവ മെനുവിലുണ്ട്. അടുക്കളയിൽ സമയലാഭം, ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാഴ്ചിലവ് ഒഴിവാക്കൽ എന്നീ ഗുണങ്ങളോടൊപ്പം എല്ലാ രുചിക്കൂട്ടുകളും എല്ലാ ദേശക്കാർക്കും മുന്നിൽ തുറന്നിട്ട് പുതിയൊരു ഭക്ഷണ സംസ്കാരത്തിന് കൂടി തുടക്കമിടുകയാണ് ഈ യുവ സംരംഭകർ. വിനോദ് മറാഴയ്ക്കൊപ്പം നദീരാജ്മൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.